എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് അറിയാം ജൂൺ മാസമായി. നമ്മൾ ഇതിനു മുമ്പ് നവംബർ മാസത്തിൽ നമ്മുടെ ബൊഗെയിൻവില്ല പ്രൂൺ ചെയ്തിരുന്നു. പക്ഷെ അന്ന് പൂവെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുറച്ച് ഇലകളും മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്യേണ്ട സമയമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബൊഗെയിൻവില്ല ഉള്ളവരെല്ലാം ഈ സമയം ഈ ജൂൺ മാസത്തിൽ വേണം പ്രൂൺ ചെയ്യാനായിട്ട്. അതായത് 2 തവണയാണ് ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത് ബൊഗെയിൻവില്ല. ജൂൺ മാസത്തിലും പിന്നെ സെപ്റ്റംബർ നവംബർ മാസത്തിലും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സോഫ്റ്റ് പ്രൂണിങ് ആണ്. അത് ഹാർഡ് പ്രൂണിങ് ചെയ്ത് 3 മാസം കഴിയുമ്പോൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ ഹാർഡ് പ്രൂണിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ഉണക്കിയില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ കമ്പുകൾ കണ്ടല്ലോ, ഇതിന്റെ ചുവട് ഇത്രയും കൊമ്പുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 4-5 ഇഞ്ച് നീളം നിർത്തിയിട്ട് ബാക്കിയാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്. ഈ കമ്പ് നമുക്ക് നട്ട് കൊടുക്കാൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക. നവംബർ മാസത്തിൽ ചെയ്ത പ്രൂണിങ് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുക്കുക കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവർ കയറി കാണണേ. അപ്പൊ ഇതെല്ലാം നമുക്ക് വീണ്ടും പുതിയ തൈകളാക്കി മാറ്റാൻ പറ്റും. കണ്ടോ? അപ്പൊ നമ്മള് ഇത്രയും പ്രൂൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നമ്മുടെ ചെടി കുറച്ച് ഭംഗിയായില്ലേ? ഇനി നമുക്കിത് ഇതിനകത്ത് കള ഉണ്ടെങ്കിൽ കള പറിച്ച് കളയണം. കള ഇതിലിപ്പോൾ കളയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ ചൂടൊന്ന് ഇളക്കിയിട്ട് വളം ഇട്ട് കൊടുക്കണം. വളം നമുക്ക് രാസവളം വേണമെങ്കിൽ ഇടാം. അത് DAP ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. DAP അങ്ങനെ ഒരു വളമുണ്ട്, നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ വേരൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ഇളകി വരും. അത് കുഴപ്പമൊന്നുമില്ല, ചെടിക്ക് കൊണ്ട് ദോഷമൊന്നും വരില്ല. ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് ഇത് മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങളെ. ചാണകപ്പൊടി, വേപ്പിമിണ്ണാക്ക്, എല്ലുപൊടി മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിൻ്റെ ചോട്ടിൽ തീരെ ചോട് ചേർത്തിടരുത്, കൊടുത്താൽ മതി. പിന്നെ നമുക്കറിയാമല്ലോ ഈ ബൊഗെയിൻവില്ല മഴക്കാലം നല്ല മഴക്കാലത്ത് മഴ കൊള്ളാതെ മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ ഈ ചെടി ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിന് മഴ കൊള്ളാൻ സ്ഥലത്തേക്ക് മാറ്റണം. മഴക്കാലം മാറിയിട്ട് വേണം നമ്മൾ പിന്നെ നല്ല വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടൊക്കെ നല്ലോടെ ഇളകിയാണ് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ നല്ല ഇളക്കം ഉണ്ടാവണം, എന്നാലും നന്നായിട്ട് പൂ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട് ചേർത്തിട്ടല്ല, ഇത്തിരി മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മണ്ണിട്ട് ഒന്ന് മൂടി കൊടുക്കണം വളം. അപ്പം ഇതിനിപ്പോൾ ആവശ്യത്തിന് മണ്ണുള്ളതുകൊണ്ട് ഞാൻ വേറെ ഇടുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഇത്തിരി വേറെ മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിന്. ഇനി നമുക്ക് ചെറിയ പ്ലാന്റ് നോക്കാം. ഇതാണ് നമ്മുടെ, ഇത് നല്ല ഭംഗിയുണ്ടോ? ഇതിന് കളകളുണ്ടെങ്കിൽ ഇതിനെ പറിച്ച് മാറ്റി കളയണം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഴക്കാലത്ത് നമ്മുടെ ബൊഗെയിൻവില്ല ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചാൽ നല്ല പിന്നെ അടുത്ത ഡിസംബർ ജനുവരി ആക്കുമ്പോൾ നല്ല പൂക്കൾ തരും. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഒത്തിരി മഴ കൊള്ളാതെ പ്ലാന്റിനെ മാറ്റി നിർത്തുകയും വേണം. അപ്പോൾ നിങ്ങൾ മഴക്കാലത്ത് ഇങ്ങനെയാണ് ഈ പ്ലാന്റിനെ സംരക്ഷിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രണ്ടും പ്രൂൺ ചെയ്ത് നമ്മൾ വളം ഇട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് വേറെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ? ഇത് ചെറിയൊരു കമ്പ് നട്ടിട്ട് ഉണ്ടായതാണ്. ഇതിനകത്ത് ഞാൻ 4-5 എണ്ണം വെച്ചിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം ഒന്നും കിളുത്തിട്ടില്ല. ഈ ഒരെണ്ണമാണ് കിളുത്ത്. ഇപ്പം ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, നട്ടിട്ട് ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ഇത് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബൊഗെയിൻവില്ല എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെ കൊടുക്കേണ്ടതെന്നും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.